പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ എത്രയും സ്നേഹബഹുമാനപ്പെട്ട സെബാസ്റ്റ്യൻ കറുകപ്പള്ളി അച്ഛ, പ്രിയ ബഹുമാനപ്പെട്ട അച്ഛന്മാരെ, സിസ്റ്റേഴ്സ്, ബ്രദേഴ്സ്, ക്രിസ്തുവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, യൂദാപുരം മൂക്കന്നൂർ ബൈബിൾ കൺവെൻഷൻ കൃപാഭിഷേക ധ്യാനം ഇന്ന് സമാരംഭിക്കുകയാണ്. യൂദാപുരം വിശുദ്ധദാസ്ലിഹായുടെ തീർത്ഥാടന കേന്ദ്രത്തിൻ്റെ രജത ജൂബിലിയുടെ ഭാഗമായി ഒരുക്കിയിരിക്കുന്ന ഈ കൃപാഭിഷേക ബൈബിൾ കൺവെൻഷൻ നമുക്കെല്ലാവർക്കും ഒരു ആത്മീയ വിരുന്നായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഈ ആത്മീയ ആഘോഷത്തിൽ പങ്കുചേരുക വഴി വിശുദ്ധമായ ഈ നോമ്പുകാലത്തിൽ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം കുറെ കൂടി വിശുദ്ധീകരിക്കാനും നവീകരിക്കാനും നമുക്ക് സാധിക്കട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. നമ്മൾ ഒരു മല കയറുകയാണ്. ഈ വിശുദ്ധ നോമ്പുകാലത്ത് നാം മല കയറുന്നത് തമ്പുരാനോട് കൂടി ആയിരിക്കാനാണ്. ഇവിടെ ആയിരുന്ന് അവൻ പറയുന്നത് കേൾക്കാൻ, വചനത്തിലൂടെ ഈശോ നമ്മോട് അരുൾ ചെയ്യുന്നത് ശ്രവിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ യാത്രയിൽ ശക്തി സ്വീകരിക്കാൻ നമ്മൾ ഒരുമിച്ച് കൂടുകയാണ്. നമ്മുടെ പാദങ്ങൾക്ക് ബലം നൽകുന്ന കർത്താവ് ഈ ദിവസങ്ങളിൽ നമ്മോട് കൂടെ ആയിരുന്ന് നമ്മളെ ശക്തിപ്പെടുത്തും. തൻ്റെ ആത്മാവിനാൽ നമ്മെ നിറയ്ക്കും, അഭിഷേകം ചെയ്യും. അങ്ങനെ വിശുദ്ധമായിട്ടുള്ള ഈ കൃപാഭിഷേക കൺവെൻഷൻ ദിനങ്ങളിലൂടെ കടന്ന് നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രകാശം സ്വന്തമാക്കാൻ നമുക്ക് സാധിക്കും. വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തുപോയി. എന്റെ പിഴ, എന്റെ പിഴ, എന്റെ വലിയ പിഴ. ആകയാൽ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. എല്ലാ മനുഷ്യരും ദൈവമക്കളുടെ ചൈതന്യത്താൽ നിറയാനും അസമത്വങ്ങൾ സ്നേഹത്താൽ തരണം ചെയ്ത് അങ്ങേ സമാധാനത്തിൽ ജനതകളുടെ ഏക കുടുംബമായി തീരാനും അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവ് നിങ്ങളോട് കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. ഭക്തിയോടങ്ങേക്കു നന്ദി ചൊല്ലായതു യുക്തവും രക്ഷയേകുന്നതും ന്യായവും തന്നെ. ജഗൽ പിതാവേ, മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു.
പാനപാത്രമെടുത്ത് അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് ആശീർവദിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇതു നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. നിത്യമായൊരു കാണിക്കയായി തീർക്കുമാറാകട്ടെ. അങ്ങനെ അങ്ങേ തിരഞ്ഞെടുക്കപ്പെട്ടവരോടൊത്ത് അവകാശം ഞങ്ങൾക്കും ലഭിക്കാൻ ഇടയാക്കണമേ. വിശിഷ്യ ദൈവമാതാവായ ഏറ്റവും പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും മഹിമയേറിയ രക്തസാക്ഷികളോടും ഞങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥനായ വിശുദ്ധ യൂദാശ്ലീഹായോടും എല്ലാ വിശുദ്ധരോടുമൊത്ത് അങ്ങേ സന്നിധിയിലുള്ള ഇവരുടെ നിരന്തര മധ്യസ്ഥതാൽ സഹായം കൈവരുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ അനുരഞ്ജനത്തിൻ്റെ ഈ ബലി സകല ലോകത്തിൻ്റെയും ശാന്തിയും രക്ഷയും പരിപോഷിപ്പിക്കുവാൻ ഇടയാക്കണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങയുടെ ദാസനായ ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ അതിരൂപത അധ്യക്ഷനായ ജോസഫ് മെത്രാപ്പോലിത്തയോടും മെത്രാൻ പദവിയിലുള്ളവരോടും വൈദിക ഗണത്തോടും അങ്ങ് നേടിയെടുത്ത സകല ജനങ്ങളോടുമൊത്ത് ഈ ഭൂമിയിൽ തീർത്ഥാടനം ചെയ്യുന്ന സഭയെ വിശ്വാസത്തിലും സ്നേഹത്തിലും ഉറപ്പിക്കുവാൻ കനിയണം. അങ്ങയുടെ തിരുമുമ്പിൽ നിൽക്കുവാൻ അങ്ങ് തിരുവുള്ളമായി കുടുംബത്തിൻ്റെ അപേക്ഷകൾ ദയാപൂർവം കേട്ടരുളണം. കാരുണ്യവാനായ പിതാവൻ, എല്ലായിടത്തും ചിതറിക്കിടക്കുന്ന അങ്ങയുടെ എല്ലാ മക്കളെയും അങ്ങിലേക്ക് ദയാപൂർവം ഒന്നിപ്പിക്കണം. വൃദ്ധിയടഞ്ഞ സഹോദരതയും അങ്ങയെ പ്രീതിപ്പെടുത്തിക്കൊണ്ട് ഈ ലോകത്തിൽ നിന്ന് കടന്നുപോയ എല്ലാവരെയും അങ്ങേ രാജ്യത്തിൽ ദയാപൂർവം പ്രവേശിപ്പിക്കണമേ. അവിടെ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങളായിരിക്കുന്നതോടൊപ്പം അങ്ങേ മഹത്വത്താൽ നിത്യമായി സംതൃപ്തരാക്കപ്പെടുമെന്നും ഞങ്ങൾ പ്രത്യാശിക്കുന്നു. എന്തെന്നാൽ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴിയാണല്ലോ സകല നന്മകളും അങ്ങ് ലോകത്തിൻ്റെ മേൽ വർഷിക്കുന്നത്. ക്രിസ്തുവിനോടുകൂടെ ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായ ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും രക്ഷാകരമായ സ്വർഗത്തിലെ പോ നിന്നുള്ള കർത്താവിന്റെ സമാധാനം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുന്നു.
ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങയുടെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. ഒരു വാക്ക് ചലിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സംസാരിക്കും. വൈദികരും ഈ ഒരു ധന്യമായ മുഹൂർത്തത്തിൽ തെളിയിക്കുന്നത് അത് നമ്മുടെ പ്രാർത്ഥനകളുടെ പ്രതീകമാണ്. നമ്മുടെ രണ്ട് വാക്ക് സംസാരിച്ചുകൊണ്ട് ചെറിയൊരു സന്ദേശം നൽകി ചാൻസലർ അച്ഛൻ അതിന് നേതൃത്വം നൽകുന്നു. തിരിതെളിച്ചതിന് ശേഷം നമ്മുടെ CST ബ്രദേഴ്സ് സുപ്പീരിയർ അച്ഛൻ്റെ നേതൃത്വത്തിൽ ബൈബിൾ പ്രദക്ഷിക്ക് വേണ്ടി ബൈബിൾ പ്രദക്ഷിണമായി മുന്നോട്ട് വന്ന് ആൾത്താരയിൽ അത് സ്ഥാപിക്കുന്നു. ദൈവവചനം വായിച്ച് ഇതിൻ്റെ വലിയ കൃപകളിലേക്ക് നമ്മെ ചേർത്ത് നിർത്തുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ട സെബാസ്റ്റ്യൻ കറുകപ്പള്ളി അച്ഛ, പ്രിയപ്പെട്ട അച്ഛന്മാരെ, പ്രിയ ഡൊമിനിക് വളമനാലച്ച, പ്രിയപ്പെട്ട ബ്രദേഴ്സ്, സിസ്റ്റേഴ്സ്, ക്രിസ്തുവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, കുരിശിൻ്റെ തണലാണ് നോമ്പുകാലം. കുരിശിൻ്റെ ചുവട്ടിൽ കുരിശിൻ്റെ തണൽ പറ്റി ക്രൂശിതൻ്റെ ചാരത്ത് ഇരിക്കുന്നതാണ് നോമ്പുകാലം. ഇവിടെ ക്രൂശിത രൂപമുണ്ട്. ഈ ക്രൂശിത രൂപത്തിൻ്റെ ചുവട്ടിലായിരുന്ന് നമ്മൾ ക്രിസ്തുവിനെ ശ്രവിക്കാൻ പോകുകയാണ്. ഈ കൃപാഭിഷേക ബൈബിൾ കൺവെൻഷനിലൂടെ ക്രിസ്തുവിൻ്റെ അധരങ്ങൾ മൊഴിയുന്ന വചസ്സുകൾ ശ്രവിച്ച് നമ്മുടെ ജീവിതത്തിൽ ഒരു നവീകരണം സ്വന്തമാക്കാനുള്ള, ആത്മീയ നിറവ് അനുഭവിക്കാനുള്ള ഒരു അവസരമാണ് നമുക്ക് കൈവന്നിട്ടുള്ളത്. സ്വന്തമാക്കാനുള്ള ആഗ്രഹം നമുക്കുണ്ടെങ്കിൽ അവിടുത്തെ തൊട്ടറിയാനും അനുഭവിക്കാനും നമുക്ക് സാധിക്കുന്ന വലിയ കൃപയുടെ ഒരവസരമാണ് ഈ കൃപാഭിഷേക ധ്യാനം. കുരിശിൻ്റെ തണലിലായിരിക്കുമ്പോൾ നമ്മുടെ കുരിശുകളും സഹനങ്ങളും ആശങ്കകളും ആകുലതകളും വ്യാധികളും ഉത്കണ്ഠകളും എല്ലാം ഈശോയുടെ കുരിശോട് ചേർത്ത് വെച്ച് ആശ്വസിക്കാനുള്ള ഒരവസരം. പ്രാർത്ഥിച്ചുകൊണ്ടും നമുക്ക് ഈ
ശുശ്രൂഷയിൽ ഭാഗമാകാം. സ്നേഹമുള്ളവരെ, സങ്കീർത്തനത്തിൻ്റെ പുസ്തകം 83-ാം അധ്യായം 1 മുതൽ 3 വരെയും 13 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. ദൈവമേ മൗനമായിരിക്കരുത്, ദൈവമേ നിശ്ചലനും നിശബ്ദനുമായിരിക്കരുത്. ഇതാ അങ്ങയുടെ ശത്രുക്കൾ ഇളകിമറിയുന്നു, അങ്ങയുടെ വൈരികൾ തലപൊക്കിയിരിക്കുന്നു. അവർ അങ്ങയുടെ ജനത്തിനെതിരെ കെണിയൊരുക്കുന്നു, അങ്ങ് പരിപാലിക്കുന്നവർക്കെതിരെ ഗൂഢാലോചന നടത്തുന്നു. എൻ്റെ ദൈവമേ, അവരെ ചുഴലിക്കാറ്റിൽ പറക്കുന്ന പൊടി പോലെയും കാറ്റത്ത് പാറുന്ന പതിര് പോലെയും ആക്കണമേ. അങ്ങയുടെ നാമം അന്വേഷിക്കുന്നതിനു വേണ്ടി അവരുടെ മുഖം ലജ്ജ കൊണ്ട് മൂടണമേ. അവർ എന്നേക്ക് ലജ്ജിച്ച് പരിഭ്രമിക്കുകയും അപമാനിതരായി നശിക്കുകയും ചെയ്യട്ടെ. കർത്താവ് എന്ന നാമം വഹിക്കുന്ന അങ്ങ് മാത്രമാണ്. കരമുയർത്തി പിടിക്കാം. അപ്പോസ്തലപ്രവൃത്തി 1-ാം വാക്യം. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ ഞങ്ങൾ ശക്തി പ്രാപിക്കും. കർത്താവേ, ഈ സമയത്ത് ഞങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവെ, ഞങ്ങളുടെ എല്ലാ ബലഹീനതകളിലും ഞങ്ങളുടെ കുടുംബങ്ങളിൽ, ദേശം മുഴുവനിലും ദൈവശക്തി വെളിപ്പെടാൻ ഈ കൺവെൻഷനിലൂടെ ഇടയാകട്ടെ. കർത്താവേ, ഈ കൃപാട് അല്ലെങ്കിൽ സ്തുതിക്കും. നമ്മൾ ഈ സമയത്ത് പരിശുദ്ധാത്മാഭിഷേകം ദാഹിച്ചുകൊണ്ട് എല്ലാ ദൈവങ്ങൾ സ്തുതിച്ചു മാറ്റി. ഹല്ലേലൂയ, യേശുവേ, സ്തുതി 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 സ്തുതി. നന്ദി 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 കർത്താവേ. സ്തുതിക്കുന്നു സ്തുതിക്കുന്നു സ്തുതിക്കുന്നു. എല്ലാ അനുഗ്രഹത്തിനും നന്ദി പറയും, കൃപകൾക്ക് നന്ദി പറയും, അഭിഷേകത്തിന് നന്ദി പറയും. കരങ്ങളിടിച്ചു പാടും, കരങ്ങൾ ഉയർത്തിയടിച്ചു പാടും. ആനന്ദത്തോടെ കരങ്ങളെടുത്തോട്ട് വലത്തോട്ടടിച്ച് കാര്യങ്ങളൊക്കെ മാറി മാറി ചവിട്ടി ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തോട് അഭിഷേകത്തോടെ പാടുന്നു. കരമടിച്ചു പാടാം, കരങ്ങൾ ഉയർത്തിയടിച്ചു പാടാം. ആത്മശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, കൃപയായി പെയ്തിറങ്ങി വാ, കൃപയായി പെയ്തിറങ്ങി വാ. സ്വർഗീയത്തിയെ ഇറങ്ങി വാ, കൃപയായി പെയ്തിറങ്ങി വാ. ആത്മശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, കൃപയായി പെയ്തിറങ്ങി ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, കൃപയായി ഇറങ്ങി വാ. ആത്മനാദി